സ്ട്രീം ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. ബഫറിംഗ് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ ഗൈസ്. എന്റെ നെറ്റ് ഇവിടെ എന്തോ മെയിൻ്റെനൻസ് ആണ്. ഇത് കേരള വിഷൻ അല്ലടാ, ഇത് സ്റ്റാൻഡേർഡ് ആണ്. 2 ദിവസമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നെറ്റിന്. അപ്പം നെറ്റ് ബഫർ വല്ലതും വരുവാണെങ്കിൽ എന്റെ നെറ്റിന്റെ ഇഷ്യൂ ആണ്, വേറൊന്നും അല്ല ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. കഴിച്ചിട്ട് വന്നേ ഉള്ളൂടാ, കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. RS7 അതെന്താ സംഭവം? RS7 എന്താ? എല്ലാവർക്കും വെൽക്കം. നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ടോ? നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ലെന്ന് തോന്നുന്നു കുറെ പേർക്ക്. കാരണം എന്റെ ഉച്ചക്കത്തെ ലൈവിൽ തന്നെ 2-3 നോട്ടിഫിക്കേഷൻ ഓൾറെഡി പോയായിരുന്നു. ഇല്ല. അതാ ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇതെന്താ RS7 എന്ന് പറഞ്ഞ് എല്ലാരും സ്പാം ചെയ്യണേ? എന്താ സംഭവം ഗൈസ്? അതെന്താ സംഭവം ഗൈസ്? എല്ലാവർക്കും വെൽക്കം സ്ട്രീം. വന്നു. എനിക്ക് വന്നു. ഷെയ്ക്കിന്റെ ന്യൂ ഗാങ്. ഓക്കെ. അതിന്റെ പേര് അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? റാസ്യൂസ് എന്ന് അങ്ങനെ എന്തോ അല്ലേ ഷെയ്ക്ക് പറഞ്ഞായിരുന്നത്? റാസ്യൂസ് എന്ന് എന്തോ ആണെന്ന് തോന്നുന്നു. റാസ്യൂസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അസ്യൂസ് അല്ലടാ, റാസ്യൂസ്. അണ്ണാ 2 വേർഡ്സ് കൂടി 3D പ്രിന്റർ. 3D പ്രിന്റർ ഇന്ന് ഫുള്ള് സർവീസ് എല്ലാം ചെയ്ത് ശരിയാക്കി എല്ലാം ഇതാക്കി. ഇന്നോട്ട് ഞാൻ കുറച്ച് പരിപാടികൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഓൾറെഡി ഇപ്പോൾ ഒരെണ്ണം പ്രിന്റ് ചെയ്തിട്ടിരിക്കുക. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗ്യാങ് ലിസ്റ്റ് നോക്ക്. പുതിയ ഗ്യാങ് ലിസ്റ്റ് പുതിയത് വന്നോ? എടാ ഒരുപാട് ഗ്യാങ്സ് വരുന്നുണ്ട് കേട്ടോ സിറ്റിയിൽ. ഇനി അടിനാശം, വെള്ളപ്പൊക്കം, ബഹളമായിരിക്കും സിറ്റിയിൽ. ഇനി പുതിയ ഒരുപാട് ഗ്യാങ്സ് വന്നു ഗൈസ്. ഒരുപാട് പുതിയ ഗ്യാങ്സുകൾ വരുന്നുണ്ട് കേട്ടാ. ഇനി കുറച്ച് പ്രശ്നമായിരിക്കും കണ്ടോ. അതായതുകൊണ്ട് അത് കണ്ടോ 500 ബ്രദേഴ്സ്, റാസ്യൂസ് 7, ലീഡർ ഷെയ്ഖ് നുഹ്മാൻ, കോ ലീഡർ മിന്നല്, കുറുപ്പിടന്നി, ബിലാല്, സൈമാലിക്ക്, ജോക്കർ, അലക്സ് ഡോർ, ചരണ്, കിഡു, സെൻഡെക്സ്, ദഗോഡ്, ഫ്ലഫി, പപ്പടം, വിപ്സി, പ്രണവ്, നോക്കിയ, ബ്ലേക്ക്, ജോഷുവ, ചാർലി ഡേവിഡ്സൺ, ഇക്രു, ടക്കായി, ഇസ്മായില്, റെക്സ്, അലൻ ഫ്രോസ്റ്റ്. MRCയിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് എല്ലാവരും തന്നെയാണ്. അവരിപ്പോ 2 ഗ്യാങ് ആയിട്ട് സ്പ്ലിറ്റ് ആയല്ലോ, നിങ്ങള് കണ്ടില്ലേ ഓൾറെഡി. അപ്പൊ ഒരു ഗ്യാങ് റാംബോ നടത്തുന്നു, ഒരു ഗ്യാങ് ഷെയ്ക്ക് നടത്തുന്നു. ഇതാണ് അവരുടെ ഷെയ്ക്കിന്റെ പുതിയ ഗ്യാങ്. മറ്റേ ഗ്യാങ് മേളിൽ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേ ഗ്യാങ് ആണ് മേളിലുണ്ടായിരുന്നു മറ്റേ ഗ്യാങ്. ഇതാണ് വാൽഹല്ല. റാംബോ ലീഡർ, രാജുഭായ് കോ ലീഡർ, അപ്പാപ്പൻ കോ ലീഡർ, അംബാൻ പ്രോ, ചാപ്സ്, ഷിബു, DNL, സ്പീഡോ, ബോബി, ഊപ്പർ, ബുള്ള്, മാൽപ്രോ, CK മാരി, ജാസി, റയാൻ, കരിമീന്, റൊസാരിയോ, ഗെറ്റോ, തുരുമ്പ്, ഹൈക്ക്. ഇത്രയും പേരാണ്. മാക്ക് ഇല്ലെന്നോ? മാക്ക് ഉണ്ടല്ലോ. അത് ഷെയ്ക്കിന്റെ ഗ്യാങ്ങിലാണല്ലോ മാക്ക്. ഷെയ്ക്കിന്റെ ഗ്യാങ്ങില് കോ ലീഡർ ആണ്. ഇതേ ഉണ്ടല്ലോ മിന്നൽ മാക്ക് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതേതാ 4th വിന്ന. ഇത് നമ്മൾ കണ്ടായിരുന്നു. FTW, ANB. ഇതേതാ? ഡെന്നിസൺ നാദർ, അതോ ലോകം. DNA പുതിയ ഗ്യാങ് ഒക്കെ വന്നേക്കണ്. DNA ഡെന്നിസിയോൺ നാഡർ, അതോ ലോകം. ഓക്കെ. ഹോട്ട് പിങ്ക് ബ്ലാക്ക് വൈറ്റ്. വെല്ലാരിയുടെ അങ്ങനത്തെ ഒരു കളറല്ലായിരുന്നോ? ഓൾഡ് ഗ്യാങ് ആണ്. DNA. ശരി, ഓൾഡ് ഗ്യാങ് അല്ലേ അത്? എല്ലാരും ബ്ലാക്ക്, വയലറ്റ്, ലൈം, വൈറ്റ്. അതൊരു വെറൈറ്റി കളറാണ് കേട്ടാ. അത് കൊള്ളാം. ഗോൾഡ്, ബ്ലാക്ക്, ഗ്രേ. ഞാൻ TV തുടങ്ങിയ സമയത്ത് എനിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. മനസ്സിലായ? കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഹർലിനിലൊക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ ഇല്ലേ, ആ ഹർലിനിലൊക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ സാധനം കൊണ്ടുവരണം എന്നായിരുന്നു എനിക്ക് ഗ്യാങ്ങിന്റെ ഒരു കളർ. പക്ഷെ പിന്നീട് നമ്മളത് ഡിസ്കഷനിൽ മാറി പോയതാ. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് റോയൽ ലുക്കാണോടാ. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് അത് നിങ്ങൾക്ക് അത് പറയുമ്പോൾ എത്രത്തോളം ഇതാന്ന് വെച്ചാൽ, പക്ഷെ ലുക്സ് വൈസ് വരുമ്പോൾ ഭയങ്കര കിടിലുമായിരിക്കും ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. നിങ്ങൾ ഈ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻസിലുള്ള ഡിസൈൻസ് എല്ലാം നോക്കിയാൽ മതി. ഭയങ്കര റിച്ച് ആൻഡ് റോയൽ ലുക്ക് ആയിരിക്കും. കാരണം സിനിമാറ്റിക്സ് കാണുന്നത്. എന്ത് സിനിമാറ്റിക്സ്? ആരുടെ സിനിമാറ്റിക്സ്? അത് ആരുടെ സിനിമാറ്റിക്സ്? ഓൾവേസ് റെഡ്. എടാ ഓക്കെ, നമ്മളതിപ്പം TV തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ ഒരു കളറായിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണത് പോലെ
ലൈക്ക് അത് അങ്ങനെ വരുന്നേനെ മനസ്സിലായ എന്റെ നമ്മളത് തുടക്കം തൊട്ടേ നിങ്ങളത് കണ്ടു വന്നോണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് അങ്ങനെ ഇരിക്കണേ. ആ സാധനം നമ്മൾ അന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ അന്ന് വിചാരിച്ചിരുന്ന കളർ അതായിരുന്നു സത്യം പറഞ്ഞ. പക്ഷെ അത് നമുക്ക് ആ സമയത്തൊന്നും ഈ പറയണതുപോലെ മറ്റേ ലിവറി അങ്ങനെ ഒന്നും വലുതായിട്ട് ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നു മനസ്സിലായോ. MRC പുതിയ ഗ്യാങ്ങിന്റെ അവരുടെ സിനിമാറ്റിക്സോ അത് നമുക്ക് കാണണം. ഇനി അത് അടുത്ത ഈ പ്രശ്നമാവും. വെറുതെ ഒരു പുതിയ തുടക്കമല്ലേ അവര്, വെറുതെ എന്തിനാ നമ്മൾ തുടക്ക സമയത്ത് ഇതാക്കണേ. അലോയ്സ് അതാ എന്റെ വണ്ടിയുടെ അല്ല അലോയ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BMW അല്ല സെൽട്ടോസിന്റെ അലോയ് ഗോൾഡ് ആണ്, കാറിന്റെ അലോയ് ഗോൾഡ് ആണ്. എനിക്കത് ഭയങ്കര ഫേവറേറ്റ് കളറാണ്. വേണ്ട അതാ ഞാൻ പറഞ്ഞ കേസ് നിങ്ങൾ പോയി കാണാം, നിങ്ങൾ അല്ലാതെ പോയി കാണാം, അതായിരിക്കും ഏറ്റവും നല്ലത്. വെറുതെ അവരിനി പുതിയതായിട്ടൊരു ഗ്യാങ് തുടങ്ങുവാണ്. എന്റെ ഇതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം അതാവും. വെറുതെ എന്തിനാണ് അവര് നല്ലൊരു തുടക്കം അവരവരുടേതായിട്ടുള്ള രീതി തുടങ്ങി വരട്ടെ. നമുക്ക് സിറ്റിക്കകത്ത് സിറ്റുവേഷൻ ആകുമ്പോൾ സംസാരിക്കാം. വെറുതെ അത് ശോകമാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്തായാലും അവരിതാകട്ടെ. ഞാൻ അർപ്പിക്കാം. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. നമ്മുടെ കൂട്ടത്തിൽ കുറെ പ്ലേയേഴ്സിന് ബാനാണ്. കുറച്ച് പേർക്ക് ഏകദേശം 3-4 പേർക്ക് 4-5 ദിവസത്തേക്കൊക്കെ ബാനാണ്. ഈ സ്നൈപ്പിന്റെ ബാൻ മാറിയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും കുറച്ച് പേർക്ക് നമ്മുടെ കൂട്ടത്തിൽ എന്തായാലും ബാനാണ്. കുറച്ച് ദിവസത്തേക്ക് കളിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. 2-3 ദിവസത്തേക്ക് PvP ഉണ്ടാവില്ല. അതിന് അടുത്തത് നമുക്ക് ഈ പറയണതുപോലെ എന്താ ടർഫായിരിക്കും. ഇനിയുള്ളൊരു PvP സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടർഫായിരിക്കും. അപ്പോൾ വേറെ PvP ഒന്നും നമുക്ക് അങ്ങനെ അധികം ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേക്ക്. സ്നൈപ്പിനെ മാറിയല്ലേ? ഓക്കെ. സ്നൈപ്പിനെ മാറിയെങ്കിൽ ബാക്കി ഇനി സ്റ്റീവിന് കണ്ണാപ്പിക്ക് പിന്നെ വേറെ ആർക്കാണ്? വേറെ സ്റ്റീവ്, കണ്ണാപ്പി, നീലിനുണ്ടെന്ന് തോന്നുന്നു. നീലിനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. സ്നൈപ്പിന് റെസ്ട്രിക്ഷൻ ആണ്, ബാൻ അല്ല. ഇത് ഇവർക്കൊക്കെയാണ് ബാൻ ഉള്ളത്. അറിഞ്ഞൂടാ എന്താണെന്ന്. നീലിനില്ലല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനി 2 ദിവസത്തേക്ക് ഗൈസ് ഞാൻ എന്താ പറയാ, ഇന്നും കൂടെ അല്ല, ഇന്ന് നാളെയും കൂടെ ലൈവ് ഉണ്ടാവും. നാളെയും കൂടെ ഞാൻ ലൈവ് ഉണ്ടാവത്തുള്ളൂ. കാരണം മറ്റന്നാൾ എന്റെ വീഡിയോയുടെ ഷൂട്ടാണ്. മറ്റന്നാൾ എന്റെ ബർത്ത്ഡേ ആണ്. ഈ 2 ദിവസം ഞാൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരുന്നത് മോസ്റ്റ്ലി. 2 ദിവസം നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. എന്റെ ആദ്യത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ആദ്യത്തെ സോങ് തന്നെ ഇത്രയും വലിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെയാണ് എന്നെ അത് ഇവിടെ വരെ എത്തിച്ചതും. അല്ലെങ്കിൽ അങ്ങനെ ലൈക്ക് ഫൈലൊക്കെ അത് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് വലിയൊരു കാര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ആ പാട്ടിന് ഞാൻ പറയാൻ കഴിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാക്ക് ആയിരിക്കത്തില്ല. ഇപ്പം എല്ലാവരും ചെയ്യുന്നത് റാപ്പ് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇപ്പൊ കറന്റ്ലി നമ്മള് കുറച്ച് നാൾക്ക് മുമ്പ് ഇല്ലാതായി പോയ ഒരു സാധനം. ഇല്ലാതായെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾക്ക് മുമ്പ് വരെ അങ്ങനത്തെ ട്രാക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു റോക്ക് മെറ്റൽ സോങ്ങാ. ഒരു എന്താ പറയാ, ഒരു ഇങ്ങനെ വരുന്നൊരു സാധനം ഉണ്ടല്ലോ. ആ ഒരു ബീറ്റും റിയൽ മറ്റേ ഡ്രമ്മും അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വരുന്ന ഒരു പാട്ടാ. മെലഡി അല്ല, ഫാസ്റ്റ് ആണ് പാട്ട്. റോക്ക് മെറ്റൽ പാട്ടാണ്, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ്. ലൈക്ക് നമ്മളൊരു ഭയങ്കര ഒരു ട്രഡീഷണൽ ഒരു രീതിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഫിഷ് റോക്ക് ഒക്കെ പോലത്തെ അങ്ങനെ ഞാൻ വലിയ പാട്ടുകളൊന്നും വെച്ച് കമ്പയർ ചെയ്യുന്നില്ലടാ. പിന്നെ ലാസ്റ്റ് അത് മതി ഓരോന്ന് പറയാൻ, മനസ്സിലായ? അത് മൂഞ്ചി കൺഫേം ആണെന്ന്. മൂഞ്ചിക്കോട്ടെ ബ്രോ ഇവിടെ എത്തിക്കാൻ പറ്റുമല്ലോ, അത് തന്നെ നമുക്ക് വലിയ കാര്യം. ഞാൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് എനിക്കത് പാട്ട് മറ്റേ അതിനകത്തുനിന്ന് റവന്യൂ ഉണ്ടാക്കി ജീവിക്കണം അതൊന്നും അല്ല. ഞാൻ ഈ പാട്ടിന്റെ ഒരു 0 റൈറ്റ്സ്, ഞാൻ എന്റെ ഹോണസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ് ഗൈസ്, ഇതിന്റെ ഒരു റൈറ്റ്സ് പോലും ഞാൻ ഈ പാട്ട് എഴുതിയ ആൾക്കാണ് എന്റെ കംപ്ലീറ്റ് റോയലിറ്റി കൊടുത്തേക്കുന്നത്. അതായത് ഈ പാട്ട് എഴുതി കമ്പോസ് ചെയ്തൊരു പുള്ളിയുണ്ട്. ആ ചേട്ടൻ അതിനകത്തൊരു റാപ്പിന്റെ സെഷൻ പുള്ളിയാ പാടുന്നത്. പുള്ളിക്ക് വേണ്ടി മാത്രമാണ് ഫുൾ എന്റെ റവന്യൂ, പുള്ളിക്കും മാത്രമായിട്ടാണ് ഞാൻ ഇത് കൊടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ കയ്യിൽ നിന്നും കൂടി പൈസ ഇട്ടാണ് ഈ ട്രാക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനകത്തൊന്നും ഞാൻ ഈ റവന്യൂ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നന്മമരമാവുന്നൊന്നുമല്ല. ഇതെന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്, മനസ്സിലായി? അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ചെയ്യുക, അല്ലാതെ ഇതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണം മറ്റേ അങ്ങനത്തെ സെറ്റപ്പിലല്ല ഞാനത് ചെയ്യുന്നത്. അതിനുവേണ്ടി പറഞ്ഞതല്ല, അല്ലാതെ നന്മമരമായതല്ല. അത് ഇതാക്കിയാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഗൈസ്. ഇറങ്ങുന്ന സമയത്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
നല്ല ക്രൂ ആണ് എല്ലാവരും, നല്ല നല്ല കുറെ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പം മറ്റന്നാളാണ് ഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഞാൻ നിങ്ങളത് പറയാം ഗൈസ്. ഈ റെസൊല്യൂഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണേ. പി സി റിവ്യൂല് ബർത്ത്ഡേ അന്നായിരിക്കും. പി സി റിവ്യൂല് ഞാൻ പോലും കണ്ടില്ല ഗൈസ്, സത്യമായിട്ട് ഞാൻ ഇതുവരെ എന്റെ പി സി കണ്ടിട്ടില്ല.